പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയുടെ തുടർവാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അന്വേഷണം തുടങ്ങാൻ പോലീസ്. കാര്യങ്ങൾ മാറുന്നു, കളി മാറുന്നു. കത്തിൽ പേരുകളുള്ള IC ബാലകൃഷ്ണൻ MLA-യുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും KK ഗോപിനാഥൻ എന്ന പഴയ ട്രഷറുടെയും ഒക്കെ മൊഴിയെടുക്കേണ്ടി വരും. നിയമനക്കോഴ വിവാദങ്ങളിൽ വിജിലൻസ് അന്വേഷണവും തുടരുകയാണ്. ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി സാനിയോ മനോമിയാണ്. വയനാട്ടിൽ നിന്നും സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായും രാഷ്ട്രീയ വാർത്തയായും പരിണമിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ തുടർചലനങ്ങളും കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ വ്യാജ വാർത്തയാണ്, വ്യാജ കത്താണെന്നൊക്കെ രീതിയിൽ പ്രതിരോധിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം ഇപ്പോൾ കുടുംബം തന്നെ ആ കത്ത് പുറത്തുവിടുന്നതോടുകൂടി നമ്മൾ പുറത്തുവിട്ട വാർത്ത ശരിയായിരുന്നു എന്നുള്ളത് ലോകമറിയുന്നു. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, പൗലൂസ് തുടങ്ങിയ ആളുകളുടെയൊക്കെ മൊഴികൾ എടുക്കേണ്ടി വരും. അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണോ? സാനിയോ മനോമി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഈ അന്വേഷണം ശക്തമായ ഒരു അന്വേഷണത്തിന് തന്നെ ഒരുങ്ങുകയാണ് പോലീസ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതായത് ക്രൈംബ്രാഞ്ചാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ബത്തേരി ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും മൊഴികൾ എടുക്കാനാണ് ഇപ്പോൾ തയ്യാറാവുന്നത്. അതായത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ, KK ഗോപിനാഥൻ തുടങ്ങിയ പ്രമുഖരുടെയും 10ഓളം പ്രമുഖരല്ലാത്ത ആളുകളുടെയും, അതായത് വിവിധ ബാങ്കുകളിലെ ജീവനക്കാർ, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇവരുടെയൊക്കെ 10ഓളം ജീവനക്കാരുടെയും മൊഴി എടുക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം CPM അടക്കം നിരന്തരം ആവശ്യപ്പെടുന്നത് IC ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കണമെന്നും IC ബാലകൃഷ്ണൻ ഈ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്വേഷണം നേരിടണം എന്നുള്ളതുമാണ്. ഏതായാലും അവസാനം മരണം നടന്ന് ഇത്രയും ദിവസമായിട്ടും അവസാനം IC ബാലകൃഷ്ണനിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഇതിൽ സാനിയോ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ PP ദിവ്യയുടെ മരണവുമായി പലരും സമൂഹ മാധ്യമങ്ങളിൽ PP ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ഉൾപ്പെട്ട നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും കണ്ടെത്തിയിരുന്നില്ല എന്നതാണ് പലരും വാദിക്കുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പേരുണ്ട്. IC ബാലകൃഷ്ണന്റെ പേരുണ്ട്, ND അപ്പച്ചന്റെ പേരുണ്ട്, DCC മുൻ ട്രഷറർ KK ഗോപിനാഥന്റെ പേരുകളുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ PP ദിവ്യയുടെ ഒരു നീതിയും IC ബാലകൃഷ്ണൻ MLA-യോട് മറ്റൊരു നീതിയും എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് CPM-ഉം DYFI-യും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു താരതമ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? കാരണം അതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണിത്. 65 ലക്ഷം രൂപയോളം പാർട്ടിക്കും നേതാക്കൾക്കുമായിട്ട് കോഴയിനത്തിലും അല്ലാതെയുമൊക്കെ പണം വാങ്ങിയതിൽ ബാധ്യത വന്നതാണ് ഇപ്പോൾ ഈ NM വിജയന്റെ മരണത്തിന്റെ കാരണം. സാനിയോ. അതെ അരുൺ, അതായത് PP ദിവ്യയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ കേസുമായി താരതമ്യം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ ഒരു വീഡിയോയിൽ ചീത്ത പറയുന്നത് പോലെ സംസാരിച്ചു എന്നത് മാത്രമാണ് PP ദിവ്യ ചെയ്യുന്ന കാര്യം. പക്ഷേ ആത്മഹത്യാ കുറിപ്പ് പോലും കണ്ടെടുത്തിട്ടില്ല, കുറിപ്പില്ല, ആ കുറിപ്പിൽ അങ്ങനെ ഒരു കുറിപ്പിൽ പേരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായി 65 ലക്ഷം രൂപയോളം താൻ വായ്പ എടുത്തത് ഇവർക്ക് വേണ്ടിയാണെന്നുള്ള പേരടക്കം, പേര് സഹിതം ഇതിന് പിന്നിൽ IC ബാലകൃഷ്ണനാണ്, ND അപ്പച്ചനാണ്, KK ഗോപിനാഥനാണ് എന്നതടക്കമുള്ള പേരുകൾ എഴുതി വെച്ചുകൊണ്ടാണ് ഈ ഒരു മരണം, 2 പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും വെറും ഒരു സാധാരണക്കാരനല്ല. സാധാരണക്കാരൻ്റെ മരണം മോശമാണ് എന്നല്ല, മറിച്ച് ഒരു സാധാരണക്കാരനെ അല്ല. അദ്ദേഹം DCCയുടെ ട്രഷററാണ്. അദ്ദേഹം അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നയാൾ തൻ്റെ മുൻ DCC പ്രസിഡന്റിനെതിരെ, നിലവിലെ MLA-ക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ അത് അത്രയ്ക്ക് ചർച്ചയാവുന്നില്ല എന്നുള്ള ആരോപണമാണ് CPM-ഉം DYFI-യും നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് വരുന്നതിന് മുൻപ് തന്നെ 2021 ഇതേ പേരുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NM വിജയൻ കത്തയക്കുന്നുണ്ട്. ആ കത്ത് അന്ന് പുറത്തു വന്നപ്പോൾ പോലും അത്രയും രാഷ്ട്രീയ വിവാദം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് PP ദിവ്യയുടെ കാര്യത്തിൽ മറ്റൊരു നീതി, IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ മറ്റൊരു നീതി എന്നുള്ളതാണ് ഇപ്പോൾ CPM-ൻ്റെയും DYFI-യുടെയും ഒക്കെ ആരോപണമായി രംഗത്തേക്ക് വരുന്നത്. ആ സമയത്താണ് പോലീസ് പോലും ഇത്രയും ദിവസമായിട്ടും IC ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് അങ്ങേയറ്റം ഗൗരവതരമായി കാണേണ്ടത്. കാരണം പോലീസാണ് ഈ വിഷയത്തിൽ ആദ്യം ഇടപെടേണ്ടത്. അവർ പോലും ഈ ആത്മഹത്യാക്കുറിപ്പിലും നമ്മളടക്കം പുറത്തുവിട്ട രേഖകളിലുമൊക്കെ IC ബാലകൃഷ്ണൻ നേരിട്ട്